ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മർജിയിലുള്ളത്. മർജിയിൽ നിന്ന് കുറച്ച് റേഷൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അത് ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പാർക്കിൽ നിർത്തി കഴിഞ്ഞാൽ വേറെ സാധനങ്ങൾ മേടിച്ച് പോകാനും സുഖമാണ്. ഇവിടുന്ന് പാർക്കിങ്ങിലേക്ക് പോയി വണ്ടി കൊണ്ടുപോയാണ്ട് ഇറക്കി കൊടുത്താൽ മതി സാധനം. ഇതിന് മുകളിൽ പോയിട്ട് ഇതിന് ബില്ലാക്കിയിട്ട് താഴത്ത് വന്നുകാണ്ട് സാധനം എടുത്തുകൊണ്ട് കയറ്റി പോകാം. അപ്പോൾ ഇനി മേലെ പോയി നോക്കാം. അവിടെ നിന്ന് വേണം ബില്ലാക്കാൻ. ഒരു 3 കാർട്ടൺ കോഴി വാങ്ങിക്കാണ്ട് കോഴി നോക്കാം. ആളവിടെ ഉള്ളിൽ പോയി അവിടെ എടുത്തിട്ട് വരാതാണ്. എടുക്കാൻ വേണ്ടി പോവാണ്. ചായപ്പൊടിൻ്റെ ഒരു പാക്കറ്റ് മേടിക്കാനുണ്ട്. റെഡ് ലേബലിൻ്റെ തന്നെ എടുക്കാമെന്ന്. 15 റിയാല. റെഡ് ലേബലിൻ്റെ ഒരു ചായപ്പൊടിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിട്ട് കോഴി അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് പോയി കോഴി എടുക്കാൻ പോയിട്ട് ആള് കോഴി കൊണ്ട് വരുന്നുണ്ട്. ഇത്ര 3 എടുത്ത് $903. വണ്ടിക്ക് എടുത്തു. ഓയിൽ, അരി, ചിക്കന് ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാം. ഇവിടെ മർജിയയിൽ വന്നു കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ സാധനമൊക്കെ അവരെന്നെ കയറ്റി തരുകയും ചെയ്യും. ഇവിടെ വന്ന് എടുക്കാനും എല്ലാത്തിനും സുഖമാണ്. പിന്നെ അതിന് ബില്ലുണ്ടാക്കാനും എല്ലാത്തിനും സുഖമാണ്. ഇവിടെ മർജിയയിൽ വന്നു കഴിഞ്ഞാൽ അൽമീറയിൽ പോയ മാതിരില്ല. അൽമീറയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ദൂരമാണ് ഈ കാര്യം വണ്ടി കിടക്കുന്നത്, പാർക്കിങ്ങോ. ഇവിടെ പിന്നെ തൊട്ടപ്പം തന്നെയാണ്. തമ്പീൻ്റെ സാധനം എടുത്തു വെച്ചിട്ടുള്ളതും ഇതിൻ്റെ പാർക്കിങ്ങിൻ്റെ ഏരിയ എൻട്രൻസിൻ്റെ ഭാഗമൊക്കെ തൊട്ടടുത്താണ് ഉള്ളത്.
അതുകൊണ്ട് സുഖമാണ് സാധനം കയറ്റിക്കാണ്ട് വേഗം ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ. തമ്പിന്റെ ഒരു ചാക്ക് അരി വരുന്നത് 40 കിലോനാണ്. അതിന് വരുന്ന വില 65 റിയാലാണ്. കുറെ മുമ്പൊക്കെ 90 കിലോന്റെ ചാക്കൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അതൊന്നും ആർക്കും പിടിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരുപാടായിട്ട് ഇപ്പൊ 40 കിലോ ചാക്കാണ് ഇപ്പൊ കൂടുതലും വരുന്നത്. കാരണം 40 കിലോനാകുമ്പോ ഒരാൾക്ക് തന്നെ സുഖമായിട്ട് പിടിച്ചുകൊണ്ട് ഇടാൻ പറ്റും. അപ്പൊ അത് ഒരു രീതിയിലാണ് ഈ ചെറിയ ചാക്കാക്കിയിട്ടുള്ളത്. മുമ്പൊക്കെ തന്നെ 90 കിലോന്റെ ചാക്ക് എന്ന് പറഞ്ഞാല് അത് രണ്ടാളെന്നെ ശരിക്കും പിടിച്ചുകഴിഞ്ഞാന്നുണ്ടെങ്കിൽ പൊന്തുള്ളൂ. ആ ഒരു രീതിയിൽ അന്ന് മുമ്പൊക്കെ കുറെ അങ്ങനെ ചാക്ക് വന്നിരുന്നത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വാങ്ങിക്കുന്നത് പാലുണ്ട്, പിന്നെ ഓയിലുണ്ട്, ഷുഗറും ഉണ്ട്. ഷുഗറും പാലും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഈ മാസം. അടുത്ത മാസം വാങ്ങിച്ചാൽ മതി. ഈ മാസം അവിടെ ഉള്ള സാധനം അവിടെ ഉണ്ട്. പൊരയിലെത്തിയിട്ട് ഇനിയിപ്പോ അരിച്ചാക്ക് ഇറക്കാനുണ്ട്.